വഴക്ക് കൂടിയാൽ ആദ്യം അപ്പോളജൈസ് ചെയ്യുന്നത് ആരാണ്? ആണ് രാത്രിയാകുമ്പോ ഞാൻ ഈ കാര്യത്തിൽ അറിയുന്നുണ്ടോ എന്ന് രസം കേൾക്കണോ? മനുഷ്യേട്ടൻ ഇങ്ങനെ വാന്ന് പറഞ്ഞിട്ട് പറയത്തില്ല, ഹിന്ദിയിലാ പറഞ്ഞു മെരിമാ മേ തെരെ പേർ പക്കടൂ, മെരിമാ എന്തിന്റെ കാലം ഓടിക്കണോ, മെരിമാ തെരെ പേർ പക്കടൂ, ഇതാണ് എപ്പോഴും പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ അത് പറയുമ്പോൾ തന്നെ എന്റെ 100-ൽ ഒരു 50% ഞാൻ അവിടെ പ്രാർത്ഥനായി. അതിലെരിഞ്ഞിട്ട് പിന്നെ എന്റെ ഫാമിലി, എന്റെ ഏട്ടൻ, എന്റെ അമ്മ, എന്റെ അച്ഛൻ, ഏട്ടത്തി അമ്മ, എന്റെ ഒക്കെ ഭയങ്കര സ്നേഹമാണ് സാറിന്. അപ്പൊ ഇത് എന്റെ ബ്ലാക്ക് മെയിൽ ചെയ്യും. എന്താ പറഞ്ഞാൽ ചേട്ടനെ ഫോൺ ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, എന്നോട് വരക്കിട്ടെന്ന് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവിടുത്തെ അമ്മ, സാറിന്റെ അമ്മ, അച്ഛൻ, എന്റെ അച്ഛനും അമ്മേന്റെ അടുത്ത് ഞാൻ പറയത്തില്ല, കാരണം അതൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ അവിടെയാണ് ആദ്യം പറഞ്ഞത്. അവിടെ ആകെ പറഞ്ഞിട്ട് സീനാക്കും. അങ്ങനെ പറഞ്ഞു അവര് ഗോലു അല്ലെങ്കിൽ ബൂബു എന്നിട്ട് അതെങ്കിലും കേട്ടല്ലേ. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? അയ്യോ എന്റെ അമ്മേ, പൊട്ട തെറ്റാണ്. ജനങ്ങളെ ഇത് വിശ്വസിക്കരുത്. അൺറൊമാൻറ്റിക് ആണ്. ഞാൻ അൺറൊമാൻറ്റിക്, ഞാനാണ് പാവം. ഷൂട്ടിൽ ഞങ്ങള് 4 ദിവസമൊക്കെ മാത്രമേ, ഞാൻ ഒരു വർഷം 4 ദിവസം മാത്രമേ നാഗ്പൂരിൽ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാം സമയം ഞാൻ ഷൂട്ടായിട്ട് ട്രിവാൻഡ്രം അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ 4 ദിവസം പോയപ്പോൾ ഒരു സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഇവരെന്ത് ചെയ്തു, അപ്പം തന്നെ സഡൻലി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവരെന്നെ വിട്ടു കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ ഞാൻ അവിടെ ഫ്രണ്ട്സിനെ എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാ എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് വിടണ്ടേ, ഇതുണ്ട് ഇടയ്ക്ക്, അവരെങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 1 മണിക്കൂറേ ഉള്ളൂ ബർത്ത്ഡേ ആവാന്. അപ്പൊ അവര് സെറ്റ് ചെയ്തു ഓൾറെഡി, പക്ഷെ എനിക്ക് അതൊന്നും തൃപ്തി ആവുന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ, ഞാൻ നാഗ്പൂരിൽ ആ 1 മണിക്കൂർ കൊണ്ട് ഹോട്ടലും സംഭവവും എല്ലാം അറേഞ്ച്മെന്റും എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തു. ലാസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതെ ഒരു പെട്ടി ഒന്ന് പാക്ക് ചെയ്ത്. അപ്പൊ എന്നോട് പറയാ എന്തിനാ, ഒന്ന് പാക്ക് ചെയ്യും, നമുക്ക് ഫാം ഹൗസിൽ പോയിട്ട് വരാം. അപ്പൊ 2 സാധനങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ പറയുന്ന എനിക്ക് വഴി അറിയണ്ടേ, എനിക്ക് വഴി അറിയത്തില്ല, എല്ലാം ഫോണിൽ കൂടെയാണ് സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വിട്. അവിടെ അല്ലല്ലോ ഫാം ഹൗസ്. അല്ല വിട് എന്റെ ഫ്രണ്ട്, നിനക്ക് എവിടെ നിന്ന് ഇവിടുന്ന് ഫ്രണ്ട്, അല്ല ഒന്ന് വിടുന്ന് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കത്തില്ല എന്ന് മനുഷ്യൻ വേഗം ഉണ്ടാകത്തില്ല. അങ്ങനെ പോയി നോക്കിയപ്പോ മനുഷ്യട്ടും ഭയങ്കര ഷോക്കായി.